വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ തൃശൂർ മനക്കൊടി പുള്ള് മേഖല വീണ്ടും ഉണർന്നു. കുട്ടവഞ്ചി അടക്കമുള്ള സർവീസുകൾ വീണ്ടും ആരംഭിച്ചു. മാസങ്ങളോളം വെള്ളക്കെട്ടിലായിരുന്ന പ്രദേശം വെള്ളം ഇറങ്ങിയതോടെ വിനോദസഞ്ചാരികളും പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങി. പ്രകൃതി രമണീയമാണ് മനക്കൊടി പുള്ള് പാടശേഖരം. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ വിനോദസഞ്ചാര മേഖല. തട്ടുകടയിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം പങ്കിടാനും ആളുകൾ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ഒഴുകിയെത്തുന്ന ഇടം. വെള്ളം കയറി റോഡടച്ചതിനെ തുടർന്ന് 2 മാസമായി ഇവിടെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല. റോഡിലെ വെള്ളം ഇറങ്ങിയെങ്കിലും KLDCയുടെ കനാലിൽ കുളവാഴ, കരിവാരി, പായൽ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. തട്ടുകടകൾ തുറന്നതോടെ സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഇതോടെ പുള്ളിലെ വഞ്ചിക്കാരൻ എന്നറിയപ്പെടുന്ന പുള്ള് സ്വദേശി വന്നേരി വീട്ടിൽ ഷാജി 1,00,000-ലധികം രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവഴിച്ചാണ് ചാലിലെ തടസ്സങ്ങൾ നീക്കിയത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു വട്ടം അവിടെ ഒരു ബണ്ടുമ്പോൾ ഇവിടുത്തെ ഒരാൾ കന്നാലിനാട്ടാൻ പോയതാണ്. ആൾ കാലൊടിഞ്ഞ് കിടന്നു അവിടെ. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ വഞ്ചി കൊണ്ടുപോയിട്ടാണ് കഴിഞ്ഞ വർഷം ആളെ രക്ഷിച്ചു കൊണ്ടത്. കാരണം ഈ റോട്ടിലൂടെ വണ്ടി ഓടില്ല, ചെളിയായിരുന്നു. അങ്ങനെ ജനങ്ങൾക്കും കൂടി ഒരു പ്രയോജനമാണ് നമ്മുടെ ഈ ടൂറിസം വന്നുകൊണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ തട്ടുകടലൊക്കെ ആളുകൾക്കൊക്കെ കച്ചവടം കിട്ടുന്നുണ്ട്. ഐസ്ക്രീം വണ്ടി ഉണ്ട്. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ അനുബന്ധിച്ച് കുറേ ആളുകൾ ഇവിടെ ജോലി ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ജീവിതമാർഗ്ഗമാണത്. 6 കുട്ടവഞ്ചി, 4 പെഡൽ ബോട്ട്, 2 കയാക്കിംഗ് എന്നിവ ഇവിടുത്തെ ജലവിനോദങ്ങളാണ്. 10 പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ഗാർഡുമാരും വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ടൂറിസം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. സമീപത്തു തന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ നൽകുന്ന 7 തട്ടുകടകളുമുണ്ട്. സായന്തനങ്ങളിൽ ഇളം കാറ്റേറ്റ ഓളപ്പരപ്പുകളിൽ സഞ്ചരിച്ച വയറു നിറയെ വ്യത്യസ്ത വിഭവങ്ങൾ സേവിച്ച് മടങ്ങുകയാണ് ഓരോ സഞ്ചാരിയും ഇവിടെ. അമൃത ന്യൂസ്, തൃശൂർ.